ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് പുഴുക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. കൊള്ളി 1/2 കിലോ, മധുരക്കിഴങ്ങ് 1/2 കിലോ, ചേന 1/2 കിലോ, ചേമ്പ് 1/2 കിലോ, കാവത്ത് 1/2 കിലോ, കൂർക്ക 1/2 കിലോ, പിന്നെ 2 കായ. കായ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചെന്ന് മാത്രം, ഞാൻ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാതും നന്നാക്കി എടുക്കാം കേട്ടോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ പുഴുക്കിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ 8 മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് ഉണക്കപ്പയർ, 1/2 കപ്പ് മുതിര, 1/2 കപ്പ് കടല, 1/2 കപ്പ് ചെറുപയർ, ഇതൊക്കെ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതിപ്പോൾ അത് ഊറ്റിയെടുത്ത് ഈ ഒരു പാത്രത്തിലേക്ക് ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഈ കുക്കറിലേക്ക് നമുക്ക് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഈ പയറിൻ്റെ മുതിരയൊക്കെ ഒപ്പം തന്നെയാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇത്ര വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേവിക്കാനായിട്ട് നോക്കാം. ഒരു 5 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള കടലയും മുതിരയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഞാനിതൊരു ചട്ടകം വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കണ്ടില്ലേ? വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചട്ടകം കൊണ്ട് ഇതൊന്നും ഇങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഈ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഇനി ഈ കുക്കറിലിട്ടിട്ട് വേണം കിഴങ്ങ് വർഗ്ഗങ്ങൾ വേവിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നന്നാക്കി വെച്ചിട്ടുള്ള കൊള്ളി, കാവത്ത് ഇതൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല പോലെ കഴുകിയതിന് ശേഷം ഈ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ്. ചേന ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് ചേന തീരെ പറ്റില്ല, ചൊറിച്ചിൽ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്കും ഇതുപോലെ പറ്റില്ലെങ്കിൽ ഈ ഇങ്ങനത്തെ കൈലോട്ടയോ അതുപോലെ തന്നെ ഇങ്ങനത്തെ വല്ല അരിപ്പ പോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യാണ് ഏറ്റവും നല്ലത്. കൂടുതൽ നമ്മൾ പുഴുക്കൊക്കെ ഉണ്ടാക്കുക ഈ തിരുവാതിരയും അതുപോലെ തന്നെ ഏകാദശി സമയങ്ങളിലൊക്കെ അല്ലേ. അപ്പോൾ നാളെ ഏകാദശിയാണല്ലോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ എല്ലാവർക്കും ഒന്ന് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. ഈ പുഴുക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അതിപ്പോൾ ഈ പുഴുക്കെന്നല്ല, ഏകദേശം പുഴുക്കൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. കഞ്ഞിയിലൊക്കെ ഇപ്പം ഭയങ്കര ടേസ്റ്റാണ് പുഴുക്ക്. അപ്പോൾ തിരുവാതിര എന്നല്ല പറഞ്ഞത്, നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാക്കുകയാണെങ്കിൽ കഞ്ഞിയിലൊപ്പം പുഴുക്കും കൂട്ടി കഴിക്കുകയാണെങ്കിൽ പിന്നെ എന്താ വേണ്ടത്, അടിപൊളി. അപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ കിഴങ്ങ് വർഗ്ഗത്തിന് മാത്രമുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ പയറും കടലയും വേവിച്ചില്ലേ, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മാത്രം ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ കൊള്ളിയിലൊക്കെ ഒപ്പത്തിനാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 2 വിസിൽ പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു ചട്ടകം കൊണ്ട് ഇളക്കി കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ ഇതൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ ഇച്ചിരി വലുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഇല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്താൽ അത് കുടഞ്ഞു പോകും. വലുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് ഇതിങ്ങനെ കഴിക്കാനായിട്ട് കിട്ടുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുതിര, പയറില്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സായി വരുന്ന വരെ നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഞാനതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇത് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ പുഴുക്കിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നല്ലപോലെ കൂട്ടി തിരുമ്മിയെടുക്കാം. ഇനി ഇത് നമുക്ക് പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 അച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പുഴുക്കിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ശർക്കര. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് ഈ പുഴുക്കിൽ ചെറിയൊരു മധുര ടേസ്റ്റ് വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നാളികേരം വേപ്പിലയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ നാളികേരം ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പുഴുക്കും നാളികേരും നല്ലപോലെ മിക്സായി വരണം. അതിന് വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഫൈനലി ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാണ് കേട്ടോ. എന്നിട്ടിത് വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഴുക്കാണ്. അതുപോലെ കുറുക്ക് കാണുമ്പോൾ വെള്ളം പോലെയാണെന്ന് തോന്നുമെങ്കിലും ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ കട്ടിയായിട്ട് വരും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷമാണ് ഞാനത് സെർവ് ചെയ്യണുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ആ പുഴുക്കിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.